ഹലോ, ഞങ്ങളിന്നൊരു പാട്ട് ഇടാൻ പോവാണ് കേട്ടോ. കുട്ടിപ്പ അതേ പറയണതിന് മുന്നേ തന്നെ പാടാൻ തുടങ്ങി. അപ്പൊ കേട്ടോളിട്ട് എല്ലാരും. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ പാടിക്കോ, പാട് പാട്. നല്ല രസമുണ്ട്. കുട്ടി നന്നായിട്ട് പാടില്ലേ? ഞാൻ പറഞ്ഞല്ലോ അമ്മേൻ്റെ റിട്ടയർമെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പം അതിനകത്തുനിന്ന് മാവേലിയിൽ നിന്ന് അമ്മേനെ കൊണ്ടുവരികയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ചേച്ചി അവിടെ അരിയുണ്ട്, ഏട്ടൻ ഇവിടെ അരിയുണ്ട്, ഞങ്ങൾ അവിടെ ഓരോ പണി ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളെ വീട്ടിലെ പുതിയ അതിഥി കുഞ്ഞാവ. പേര് ഉറപ്പിച്ചിട്ടില്ല, പേര് ഉറപ്പിച്ചിട്ട് ദീക്ഷിതയാണ് പേരിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദീക്ഷ എന്നാണ് ആദ്യം ഇട്ടത്. അപ്പോൾ അതാർക്കും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പേര് മാറ്റാൻ പോവാണ്. നല്ല പേര് വേറെ ഏതെങ്കിലുമൊക്കെ ഞങ്ങളിടും. അപ്പോൾ ഉള്ളിയൊക്കെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി പുറത്ത് ബിരിയാണി ചെമ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതിനകത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ കണ്ട അടുത്ത ആൾ ഓരോ പണിയിരിക്കണത് ഇങ്ങനെ തന്നെ ഓരോ വില്ലംഗങ്ങളാണ്. അപ്പോൾ അച്ഛൻ ദീപുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഏട്ടൻ ദീപുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരിങ്ങനെ സഹായിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണല്ലോ ബന്ധങ്ങൾ ഊഷ്മളമാവുക. അതേമാതിരി തന്നെ എല്ലാം സഹകരണത്തോടെ ചെയ്യുമ്പോൾ അതുണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാവും. അതേപോലെ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിക്കും നല്ല രുചിയെന്നു. കഴിച്ചുകൊണ്ട് പറയല്ല, പൊക്കി പറയുമല്ല, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു ഉണ്ടാക്കിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു. എല്ലാം കൂടെ എന്നെ ചുറ്റിപ്പറ്റിയത് സ്നേഹം കൊണ്ടാന്നാ. പാൽപ്പൊടിക്കാണത്. ആ കുപ്പി നിറച്ച് പാൽപ്പൊടിയാ. അപ്പം അതിന് എൻ്റെ പിന്നാലെ വട്ടം കൂടിയതാണ് എല്ലാം കൂടെ. വിളിക്കണ്ടോ ഉണ്ടോ വെറുതെ ചിക്കൻ വറുക്കാനുള്ള ചിക്കൻ ഞങ്ങൾ റെഡിയാക്കാൻ പോവാണ്. അതാണിപ്പോൾ കാണുന്നത്. ഏട്ടൻ സഹായിച്ചു കൊടുക്കുക ദീപു തന്നെ. അപ്പോൾ അതിനകത്തേക്ക് ഓരോ മസാലകളൊക്കെ ചേർക്കാൻ ഒരാളവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ ബിരിയാണിക്കുള്ള മസാലകൾ റെഡിയാക്കണം. ചിക്കൻ്റെ മസാലയൊക്കെ ഇവിടെ അടുപ്പിൽ ഞങ്ങൾ ചിക്കൻ വറുത്തത്
അപ്പോൾ സൈഡായിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് കൊടുക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ചേച്ചി അവിടെ ചിക്കൻ വറുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു അണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നു. അതാണ് അപ്പയ്ക്ക് തീർത്ത് അത് ഫോട്ടോ എടുക്കുകയും ചെയ്ത്. റെസ്റ്റ് സമയം ആനന്ദകരമാക്കാൻ ഡാൻസ് ഡാൻസ്. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. വെറൈറ്റി സ്റ്റെപ്പ്. ഓക്കെ ഓക്കെ. ആ നമ്മൾ ബിരിയാണി ചെമ്പപ്പുറത്ത് ഇങ്ങനെ ദമ്മിട്ടിക്കാണ്. അതിൻ്റെ അടുത്തുള്ള കളി എൻജോയ്മെൻറ്റിൻ്റെ ആറാട്ടമാണ്.